Okay, so OPPO Reno8 5G and OPPO Reno8 Pro 5G. ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതലും എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ മേലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങൾ ഓൾറെഡി ഈ രണ്ട് ഫോൺസിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഫീച്ചേഴ്സ്, അൺബോക്സിംഗ് ഒക്കെ പലതവണ കണ്ടു കാണും. സോ ലേറ്റ് ആയതിന് സോറി. പാക്കേജിങ് പിന്നെ ഷിപ്പിംഗ് ഇഷ്യൂ കാരണമാണ് ലേറ്റ് ആയത്. ഓക്കെ, എനിവേ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി നമുക്ക് എന്തായാലും അൺബോക്സിംഗ് ഒക്കെ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഈ രണ്ട് ഫോൺസും സിമിലർ പാക്കേജിങ്ങിലാണ് വരുന്നത്. ഓപ്പൺ ചെയ്യാം. TPU കേസ്, ഡോക്യുമെന്റേഷൻ, ഫോൺ, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി ചാർജിങ് കേബിൾ. OPPO Reno 7 സീരീസിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ OPPO Reno 7 എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം അതെന്തോ ആ ഒരു സീരീസിലല്ലാത്തൊരു ഫോൺ പോലെ തോന്നി. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിരുന്നു. ഇത്തവണ OPPO അത് കറക്റ്റ് ചെയ്തു. അതായത് ഈ രണ്ട് ഫോൺസും ഒരു സീരീസിലുള്ള ഫോൺ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ സിമിലർ ഡിസൈൻ ഒക്കെയാണ് വന്നിരിക്കുന്നത്. Reno8ൻ്റെ വെയിറ്റ് ആണ് 179 ഗ്രാം, 7.7 mm ആണ് തിക്നെസ്. Reno8 Proൻ്റെ വെയിറ്റ് ആണ് 183 ഗ്രാം, 7.3 mm ആണ് തിക്നെസ്. സോ ഇത്തവണ Reno8 Pro അത്യാവശ്യം തിന്നാണ് കേട്ടോ. ഈ രണ്ട് ഫോൺസിൻ്റെ ഡിസൈൻ സിമിലർ ആണെങ്കിലും Reno8 Proയിൽ അത്യാവശ്യം പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. കാരണം വില കൂടിയ ഫോണാണ്. പ്രോ വേരിയൻ്റ് ആയതുകൊണ്ട് ബാക്കിൽ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രെയിമും മെറ്റലാണ്. ഇവിടെ ഫ്രെയിം ബാക്കും പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, സോ ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ട്. Reno8ൻ്റെ ഡിസൈൻ നല്ലതാണ്. ആ ഒരു ക്ലാസി സ്റ്റാൻഡേർഡ് ഫോണിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. പിന്നെ ആ ഒരു ക്യാമറ മോഡ്യൂലും ബാക്കിൻ്റെ കവറൊക്കെ ഇങ്ങനെ മെൽറ്റ് ആവുന്ന രീതിയിലാണ്. ഈ ഒരു സ്റ്റൈൽ നമ്മൾ ഓൾറെഡി മറ്റൊരു ബ്രാൻഡിൻ്റെ ഫോൺസിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഏതാണ് എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. Reno8ൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് 90 Hz ആമുലേഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. Reno8 Proയിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ആമുലേഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. HDR10+ന്റെ ഫീച്ചറും Reno8 Proയിൽ കൊടുത്തിട്ടുണ്ട്. കളർ കാലിബ്രേഷൻ നോക്കുകയാണെങ്കിൽ ഒരുപോലെയാണ് എനിക്ക് ഫീൽ ആയത്. പിന്നെ ആ ഒരു സംഭവം ഉണ്ട്, Reno8ൻ്റെ താഴെ അത്യാവശ്യം ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു ബെസൽ വരുന്നുണ്ട്. ഇവിടെ കംപ്ലീറ്റ്ലി യൂണിഫോം ബെസലാണ്. അതായത് നല്ല കനം കുറഞ്ഞ കംപ്ലീറ്റ്ലി യൂണിഫോം ബെസൽസ് ആണ് OPPO Reno8 Proയുടെ ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്നത്. പിന്നെ ആ ഒരു എക്സ്ട്രാ HDR10+ന്റെ സർട്ടിഫിക്കേഷൻ, 120 Hzന്റെ കുറച്ചും കൂടി ഫാസ്റ്റർ റിഫ്രഷ് റേറ്റും പിന്നെ 360 Hzന്റെ ടച്ച് സാമ്പിളിംഗ് ഒക്കെ Reno8 Proന്റെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. Reno8ന്റെ ഡിസ്പ്ലേ നല്ലതാണ് കേട്ടോ, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് ഗുഡ്. പക്ഷേ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു യൂണിഫോം ബെസലും പിന്നെ 120 Hzന്റെ റിഫ്രഷ് റേറ്റും അതൊക്കെ കുറച്ചും കൂടി പ്രീമിയം എലമെന്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രീമിയം ഫാക്ടർ Reno8 Proന്റെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിന്റെ പ്രൈസിനൊത്തുള്ള ഡിസ്പ്ലേ ആണ് ഇവിടെ കിട്ടുന്നത്, അത്രേ ഉള്ളൂ. രണ്ട് ഫോൺസും വൈഡ് വൈൻ L1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ രണ്ട് ഫോൺസിലും നിങ്ങൾക്ക് 1080p കണ്ടന്റ് OTT പ്ലാറ്റ്ഫോംസിലേക്ക് സ്ട്രീം ചെയ്യാൻ പറ്റും. HDRന്റെ സർട്ടിഫിക്കേഷൻ 8 Proയിൽ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും പ്രോപ്പർ HDRന്റെ ഫീച്ചർ Reno8 Proയിൽ മാത്രമേ കിട്ടുള്ളൂ. Reno8ൽ ഒരു കുറവ് എന്താണെന്ന് വെച്ചാൽ മോണോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 30,000 താഴെയുള്ള പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ്. തീർച്ചയായിട്ടും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കേണ്ടതായിരുന്നു. ഇവിടെ വരുന്നുണ്ട്, അവിടെ എന്തായാലും വരണം ആ പ്രൈസ് പോയിന്റിൽ, പക്ഷേ ഇവിടെയും കൊടുക്കേണ്ടതായിരുന്നു. സോ അതെനിക്ക് തീർച്ചയായിട്ടും ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. ഹെഡ്ഫോൺ ജാക്ക് രണ്ട് ഫോൺസിനും വരുന്നില്ല. ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഓപ്പോൻ്റെ മറ്റൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം. അതാണ് ഓപ്പോൻ്റെ OPPO Enco X2. നോർമലി ഓപ്പോൻ്റെ TWS ഏത് പ്രൈസ് സെഗ്മെന്റ് ആണെങ്കിലും ആ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓഡിയോ പെർഫോമൻസ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചേഴ്സ് തരുന്ന ഒരു കമ്പനിയാണ് OPPO. അതേ രീതിയിൽ ഓപ്പോൻ്റെ Enco X2 തീർച്ചയായിട്ടും പ്രീമിയം ലെവലുള്ള ഒരു TWS ആണ്. 10,999 രൂപയാണ് ഈ ഒരു TWSന്റെ പ്രൈസ്. പക്ഷേ വർത്ത് ഇറ്റ് ആണ്. വളരെ നല്ലൊരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈവൻ ഓഡിയോ പെർഫോമൻസും നല്ലതാണ്. നൗ ബാക്ക് ടു സ്മാർട്ട് ഫോൺസ്. ഈ രണ്ട് ഫോൺസിലും ഓപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. അതേ രീതിയിൽ ഫേസ് അൺലോക്കിന്റെ പെർഫോമൻസും നല്ലതാണ്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നോക്കുകയാണെങ്കിൽ OPPO Reno8 Proയിൽ അത്യാവശ്യം പ്രീമിയം ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് ആ പ്രൈസിനൊത്തുള്ള X-ആക്സിസ് ലീനിയർ മോട്ടറെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. OPPO Reno8ൽ ആ ഒരു വൈബ്രേഷൻ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. കാരണം ഇതിൻ്റെ പ്രൈസ് റേഞ്ചിൽ അറ്റ്ലീസ്റ്റ് Z-ആക്സിസ് ലീനിയർ മോട്ടറെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ ആ ഒരു ജിങ് വൈബ്രേഷൻ ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത്. അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. ഈ രണ്ട് ഫോൺസിലുമുള്ള ക്യാമറ സെറ്റപ്പ്, ക്യാമറ ഹാർഡ്വെയർ എക്സാക്ട്ലി സെയിം ആണ്. ഈ രണ്ട് ഫോൺസിലും 50 മെഗാപിക്സലിന്റെ സോണിയുടെ IMX766 സെൻസർ ആണ് വന്നിരിക്കുന്നത്. 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ്, പിന്നെ 2 മെഗാപിക്സലിന്റെ മാക്രോ. 4K at 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഈവൻ സെൽഫി ക്യാമറ എക്സാക്ട്ലി സെയിം ആണ്. 32 മെഗാപിക്സലിന്റെ സോണി IMX709 സെൽഫി ക്യാമറ സെൻസർ ആണ് വന്നിരിക്കുന്നത്. 1080p at 30 FPS ആണ് മാക്സിമം സെൽഫി വീഡിയോ റെസൊല്യൂഷൻ. ഈ രണ്ട് ഫോൺസിന്റെയും ഫോട്ടോ ആൻഡ് വീഡിയോ പ്രോസസിംഗ് നോക്കുകയാണെങ്കിൽ ആ ഒരു ടിപ്പിക്കൽ OPPO പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അതായത് ആ ഒരു ബൂസ്റ്റഡ് കളേഴ്സ്, നല്ല രീതിയിൽ വൈബ്രന്റ് കളേഴ്സ് ആയിരിക്കും, നല്ല
നല്ല ബ്രൈറ്റ് കോൺട്രാസ്റ്റി ഫോട്ടോസും വീഡിയോസാണ് കിട്ടുന്നത്. നോർമലി ഓപ്പോ ഫോൺസിൽ അങ്ങനെയാണ്, ഇവിടെ അത് തന്നെയാണ് വന്നിരിക്കുന്നത്. സ്കിൻ ടോണിൽ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല, ഡീറ്റെയിൽസിൽ ഇഷ്യൂ ഒന്നുമില്ല, നല്ല ഷാർപ്നെസ് ഒക്കെ വരുന്നുണ്ട്. 8 Proയിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് ഒരു പൊടിക്ക് ബെറ്റർ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ 8 Proൻ്റെ ഫോട്ടോസിലും വീഡിയോസിലും കിട്ടുന്നുണ്ട്. സെൽഫീസ് നോക്കുകയാണെങ്കിൽ സെയിം ആ ഒരു കുറച്ചും കൂടി ബെറ്റർ സെൽഫീസ് Reno 8 Proയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ Reno 8 Proൻ്റെ പോർട്രേറ്റ് സെൽഫി ഫോട്ടോസ് ഉണ്ടല്ലോ, അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഉള്ള സെൽഫി ഫോട്ടോസ്, അതെടുക്കുമ്പോൾ HDR വർക്ക് ആവുന്നില്ല. Reno 8ൽ അത് ഓക്കെയാണ്. സോ എനിക്ക് തോന്നുന്നത് എന്തോ സോഫ്റ്റ്വെയർ ഉള്ള ഇഷ്യൂ ആണ്, അപ്ഡേറ്റിലൂടെ ശരിയാക്കാവുന്നേ ഉള്ളൂ ഓപ്പോയിന്. ഓക്കെ, അൾട്രാവൈഡ് ക്യാമറ പെർഫോമൻസ് ഓക്കെയാണ്. സ്പെഷ്യലി Reno 8 നോക്കുകയാണെങ്കിൽ ആ ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അൾട്രാവൈഡ് ക്യാമറ പെർഫോമൻസ് ഓക്കെയാണ്. Reno 8 Proയിൽ കുറച്ചും കൂടി കളേഴ്സും കുറച്ചും കൂടി കോൺട്രാസ്റ്റ് വേണം. അതായത് ഇതിൻ്റെ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ അൾട്രാവൈഡ് ക്യാമറ പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ വീഡിയോസ് നോക്കുകയാണെങ്കിൽ സ്റ്റെബിലൈസേഷൻ രണ്ടിലും വരുന്നുണ്ട്, അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. അതായത് EIS ആണ് കേട്ടോ. സോ അതും ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. അതായത് OPPO Reno 8 Proൻ്റെ ക്യാമറയിൽ OIS വരുന്നില്ല. സോ സ്റ്റെബിലൈസേഷൻ എന്തായാലും ഓക്കെയാണ്, സ്റ്റിൽ OISൻ്റെ ഫീച്ചറും കൂടി കൊടുക്കേണ്ടതായിരുന്നു, സ്പെഷ്യലി Reno 8 Proയിൽ. ലോ ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് വീഡിയോഗ്രാഫി നോക്കുകയാണെങ്കിൽ OPPO Reno 8 Pro അത്യാവശ്യം നല്ല വീഡിയോസ് എടുക്കുന്നുണ്ട്. അതായത് ഫേസ് ഒക്കെ അത്യാവശ്യം എക്സ്പോസ്ഡ് ആണ്. ഞാൻ വീഡിയോ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണമാവാം OPPO പറയുന്നതനുസരിച്ച് ഈ ഒരു OPPO Reno 8 Proയിൽ ഒരു മാരി സിലിക്കോൺ X 6 നാനോമീറ്റർ ചിപ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി ഗ്രെയിൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ്. 4K അൾട്രാ നൈറ്റ് വീഡിയോസ് എടുക്കാൻ പറ്റും, അങ്ങനെയാണ് ഓപ്പോ പറയുന്നത്. ഈ രണ്ട് ഫോൺസിൻ്റെയും സെൽഫി വീഡിയോ പെർഫോമൻസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. കളേഴ്സും ഷാർപ്നെസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഓപ്പോൻ്റെ പഞ്ചി കളേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ OPPO Reno 8 Proയിൽ 4K 30 FPS സെൽഫി വീഡിയോ റെസൊല്യൂഷൻ കൊടുക്കേണ്ടതായിരുന്നു. ഈ രണ്ട് ഫോൺസിൻ്റെ പ്രൈസിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, വിലയിലുള്ള വ്യത്യാസം, അത്രയും വലിയൊരു വ്യത്യാസം OPPO Reno 8 Proൻ്റെ ക്യാമറ പെർഫോമൻസിൽ ഞാൻ കണ്ടില്ല. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ നിങ്ങൾ ക്യാമറയുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് കുറച്ചും കൂടി വാല്യൂ ഫോർ മണിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ Reno 8 ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഈ രണ്ട് ഫോൺസും സിംഗിൾ റാം സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. OPPO Reno 8ൻ്റെ വേരിയൻ്റ് ആണ് 8GB 128GB. OPPO Reno 8 Proൻ്റെ വേരിയൻ്റ് ആണ് 12GB 256GB. OPPO Reno 8 Proയിൽ LPDDR5 റാം ആൻഡ് UFS 3.1 സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടും ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്റ്റോറേജ് ആൻഡ് റാം ടൈപ്പ് ആണ്. ഈ രണ്ട് ഫോൺസിലും ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ രണ്ട് ഫോൺസിൻ്റെയും കൂടെ മൈക്രോ SD കാർഡ് ഉപയോഗിക്കാൻ കഴിയില്ല. OPPO Reno 8ൽ MediaTekൻ്റെ Dimensity 1300 ചിപ്സെറ്റ് ആണ് വരുന്നത്. OPPO Reno 8 Proയിൽ Dimensity 8100 മാക്സ് ചിപ്സെറ്റ് ആണ്. സോ അത്യാവശ്യം പവർഫുൾ ചിപ്സെറ്റ് OPPO Reno 8 Proയിൽ കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യലി കഴിഞ്ഞ തവണ വന്ന OPPO Reno 7 അല്ലെങ്കിൽ OPPO Reno 7 സീരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിലും അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. ഈ രണ്ട് ഫോൺസും 12 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 5G കണക്ടിവിറ്റീൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ പ്യുവർ പെർഫോമൻസ് ആണ് നോക്കുന്നതെങ്കിൽ Reno 8 Pro ആയിരിക്കും ബെറ്റർ. അതല്ല നോർമൽ പെർഫോമൻസ് മതിയെങ്കിൽ ആക്ച്വലി Dimensity 1300 ചിപ്സെറ്റ് നല്ലതാണ്. ഓക്കെ, അതിൻ്റെ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഗെയിമിംഗ് പെർഫോമൻസും നോർമൽ പെർഫോമൻസ് രണ്ടിലും നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ് എനിക്ക് കിട്ടിയത്. അതായത് UIയിലുള്ള സംഭവം ഉണ്ടല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതും പിന്നെ ആപ്പ് ക്ലോസിങ് ആപ്പ് ഓപ്പണിങ്, അതൊക്കെ രണ്ടിലും വളരെ സ്മൂത്ത്ലിയാണ് വർക്ക് ആവുന്നത്. അതിലൊരു ഇഷ്യൂ ഇല്ല. പക്ഷേ നിങ്ങൾ പ്യുവർ പെർഫോമൻസ് നോക്കുന്നുണ്ടെങ്കിൽ 8 Pro ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അതായത് Reno ഫോൺ തന്നെ വേണം എന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, Reno ഫോൺ തന്നെ വേണം, ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും Reno 8 Pro ആയിരിക്കും ബെറ്റർ ഫോർ പെർഫോമൻസ്. Reno 8 Proയിലുള്ള ഒരു ഫീച്ചർ എനിക്ക് സർപ്രൈസിംഗ് ആയിട്ട് തോന്നി. അതാണ് BGMIയിൽ നമുക്ക് 90 FPS കളിക്കാൻ പറ്റുന്നുണ്ട് ഡയറക്ട്ലി ഔട്ട് ഓഫ് ദ ബോക്സ്. സോ അപ്ഡേറ്റ് ഒന്നും വേണ്ട, ഡയറക്ട്ലി 90 FPS കളിക്കാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ്സ് നൈസ്. ഇവിടെ ആ ഒരു സ്മൂത്ത് എക്സ്ട്രീം 60 FPS കിട്ടുന്നുണ്ട്. സോ ഇത്തവണ ഓപ്പോ ആ ഒരു ട്രാക്ക് മാറ്റാൻ നോക്കിയതാണോ എന്നറിയില്ല, അതായത് ക്യാമറയിൽ നിന്ന് പെർഫോമൻസിലേക്ക്. ഓക്കെ, മേ ബി, ഐ ഡോണ്ട് നോ. പക്ഷേ വേപ്പർ ചേമ്പർ കൂളിംഗ് കൊടുത്തിട്ടുണ്ട്. നോർമലി Reno ഫോൺസിലൊക്കെ വരാത്തൊരു സംഭവമാണ് ഈ വേപ്പർ ചേമ്പറും പിന്നെ ഇത്രയും ഹൈ ഗെയിമിംഗ് സെറ്റിംഗ്സ് ഒക്കെ. എനിവേ, ഈ രണ്ട് ഫോൺസിലും ഔട്ട് ഓഫ് ദ ബോക്സ് Android 12 ഉണ്ട് വിത്ത് ColorOS 12.1. രണ്ട് ഫോൺസിലും 2 വർഷത്തേക്കുള്ള OS അപ്ഡേറ്റ് ഓപ്പോ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ബ്ലോട്ട്വെയർസ് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. 4500 mAh ബാറ്ററിയാണ് ഈ രണ്ട് ഫോൺസിലും കൊടുത്തിരിക്കുന്നത്. എക്സാക്ട്ലി സെയിം ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടിൻ്റെയും ബോക്സിൽ 80 വാട്ടിൻ്റെ സൂപ്പർ വോക്ക് ചാർജർ കൊടുത്തിട്ടുണ്ട്. 0 to 100% ഇൻ 30 മിനിറ്റ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ 30 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ബാറ്ററി ബാക്കപ്പ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. 1 ഡേ ബാറ്ററി ബാക്കപ്പ്, അതായത് നിങ്ങൾ ഇന്ന് രാവിലെ ചാർജ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഒന്നുകൂടെ ചാർജ് ചെയ്യേണ്ടി വരും. സോ അതാണ് ബേസിക്കലി 1 ഡേ ബാറ്ററി ബാക്കപ്പ്. ചാർജിങ് അത്യാവശ്യം ഫാസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈ രണ്ട് ഫോൺസും ചാർജ് ചെയ്തെടുക്കാൻ പറ്റും, ഫുൾ ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. സോ ബാറ്ററി ചാർജിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് എനിക്ക് അങ്ങനെ കംപ്ലയിൻസ് ഒന്നുമില്ല. ഈ രണ്ട് ഫോൺസും ബ്ലൂടൂത്ത് 5.3 സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിത്ത് Wi-Fi 6. രണ്ടിലും NFC-ൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. രണ്ടും കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടിൻ്റെയും SAR വാല്യൂ ഓക്കെയാണ്. Reno 8ൻ്റെ 8GB 128GB പ്രൈസാണ് 29,990 രൂപ. അതായത് ഏകദേശം 30,000 രൂപയാണ്. കൂടെ 3000 രൂപയുടെ ബാങ്ക് ഓഫർ കൊടുത്തിട്ടുണ്ട്. സോ ബാങ്ക് ഡിസ്കൗണ്ട് കിട്ടും. Reno 8 Proൻ്റെ 12GB 256GB പ്രൈസാണ്
45,999 രൂപ. അതിൻ്റെ കൂടെ 4,000 രൂപയുടെ ബാങ്ക് ഓഫറും കൂടി വരുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു തരാം, ഓപ്പോ ഫോൺസ്, സ്പെഷ്യലി ഓപ്പോൻ്റെ റെനോ സീരീസ് അത്രയ്ക്കും വാല്യൂ ഫോർ മണി സെറ്റപ്പ് ഉള്ള ഫോൺസ് അല്ല. സ്പെഷ്യലി ഇതിൽ കൊടുത്തിരിക്കുന്ന ചിപ്സെറ്റ് നോക്കുകയാണെങ്കിലും ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിലും അങ്ങനെ ഭയങ്കരമായ അഗ്രസീവ് പ്രൈസിംഗ് ഒന്നുമില്ല. സ്പെഷ്യലി ഓപ്പോ റെനോ 8 പ്രോൻ്റെ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കോസ്റ്റ്ലി പ്രൈസിംഗിലാണ് വരുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഓപ്പോ റെനോ 8 എനിക്ക് കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നി. അതായത് ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ പിന്നെ ഓപ്പോൻ്റെ പ്രൈസിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ഫോണാണ്. അതായത് ഓപ്പോൻ്റെ ഫോൺ തന്നെ വാങ്ങും എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതാണ് കുറച്ചും കൂടി വാല്യൂ ഫോർ മണി. അതായത് അഗ്രസീവ് പ്രൈസിംഗ് ഒന്നും ഞാൻ പറയില്ല, പക്ഷേ ഡീസൻറ്റ് പ്രൈസിംഗ് എന്ന് പറയും. ഓപ്പോ റെനോ 8 പ്രോ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. സോ ഈ ഒരു ഫോൺ പ്യുവർ ഓപ്പോ ഫാൻസ് അല്ലെങ്കിൽ ഓപ്പോ ലവേഴ്സിന് വേണ്ടിയാണ്. ആ ഒരു എക്സ്ട്രാ പ്രീമിയം ഫീൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കാം. പിന്നെ ഈ രണ്ട് ഫോൺസും ഓഫ്ലൈൻ ഫോൺസ് ആയതുകൊണ്ട് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ കയറി ചെന്നിട്ട് ഇത് കയ്യിൽ പിടിച്ച് അല്ലെങ്കിൽ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഫോട്ടോ സാമ്പിൾസും ഡിസ്പ്ലേ ഒക്കെ നോക്കിയിട്ട് തീരുമാനിക്കാം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്. അതായത് എക്സ്ട്രാ 15,000 റുപ്പീസ് നിങ്ങൾ ഈ ഒരു ഫോണിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. ബാക്കി നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.